ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കുറച്ച് ചെറിയ കുട്ടി അനിമേഷൻ നമുക്ക് അങ്ങനെ ഇതേപോലെയുള്ള ഒരു റബ്ബർ പോലെയുള്ള മെറ്റീരിയലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ അനിമേഷൻ എങ്ങനെ അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫയൽ ന്യൂ ജനറൽ. നമുക്ക് ന്യൂ ജനറൽ എടുത്തിട്ട് ഈ ക്യൂബിനെ നമുക്ക് എക്സ് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തിയിട്ട് മെഷിൽ ഐസോസ്ഫിയർ വേണ്ടിട്ടുണ്ടാവും. ഐസോസ്ഫിയർ എടുത്തതിന് ശേഷം അഗൈൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അമർത്താം. എന്നിട്ട് മെറ്റാബാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മെറ്റാബാളിൽ ബാൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ബാൾ സെലക്ട് ചെയ്തിട്ട് ഈ പാനലിൽ ബാള് ഓൾറെഡി സെലക്ട് ആയിരിക്കും. അതിൽ നിന്നിട്ട് നമുക്ക് കൺട്രോൾ ഉപയോഗിച്ചിട്ട് സ്ഫിയറും കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വ്യൂ പോർട്ടിൽ വന്നിട്ട് കൺട്രോൾ പി അമർത്താം. എന്ത് പറഞ്ഞാൽ സെറ്റ് പാരന്റ് രണ്ടും ഒരേ ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി കാണുന്നത് നമ്മുടെ ഈ ബാൾ കാണുന്നത് ഐസോസ്ഫിയറിൻ്റെ അണ്ടറിലായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്ഫിയർ സെലക്ട് ചെയ്യാം. ആദ്യം ബാൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് എസ് അടിച്ചിട്ട് ചുരുക്കാം. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐസോസ്ഫിയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് മെറ്റീരിയൽ ടാബിൽ പോയിട്ട് നമുക്കൊരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കളർ, ഇപ്പോൾ റെഡ് അല്ലെങ്കിൽ ബ്ലൂ, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയുള്ളത് നോക്കാം. ഇപ്പോൾ ബ്ലൂ നോക്കാം. നമുക്ക് അതിൽ നമുക്ക് ഏറ്റവും റഫ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇതനുസരിച്ചിട്ടാണ്. 0.05. ഓക്കെ, ഞാൻ റഫ്നെസ്സും കുറച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റെൻഡർ വ്യൂ കാണാം. ഓക്കെ, ഇനി നമുക്ക് അതേ ഐസോസ്ഫിയറിൽ തന്നെ ഒരു മോഡിഫയർ ടാബിൽ ഒരു മോഡിഫയർ ആഡ് ചെയ്യാം. സബ് ഡിവിഷൻ സർഫേസ്. ഓക്കെ, ലെവൽ 2 ആക്കി കൊടുക്കാം. ഇതെവിടെയാണ് ലെവല്? നമുക്ക് ഞാൻ കുറച്ച് വലുതായി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതിന് നമുക്ക് ഇനി 2 ആക്കുമ്പോൾ അങ്ങനെ ഇതുമാതിരി. അപ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെയും നമുക്കൊരു മോഡിഫയർ കൂടി വേണം. എന്താണ്? ഡിസ്പ്ലേസ് മോഡിഫയറിൽ നമുക്ക് ഡിസ്പ്ലേസ് മോഡിഫയർ കൂടി എടുക്കുക. എന്നിട്ട് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ടെക്സ്ചർ ടാബ്. അത് ഈ പ്രോപ്പർട്ടി പാനിൻ്റെ ഏറ്റവും അടിയിലാണത്. ഒരു ടെക്സ്ചർ നമുക്ക് കാണും. ഓക്കെ, ടെക്സ്ചർ പോയിട്ട് എന്നിട്ട് നമുക്ക് ന്യൂ അമർത്തുമ്പോൾ അതിൽ കുറച്ച് മെനു ഒക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് ടൈപ്പ് ആദ്യം ഇമേജ് ഓർ മൂവി എന്ന് മാറ്റിയിട്ട് നമുക്ക് ഡിസ്ട്രക്റ്റീവ് നോയ്സ് എന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേകതരം ആകൃതിയിൽ കാണിക്കും. ഓക്കെ, അത് എമൗണ്ട് ഇപ്പോൾ 1 നമുക്ക് ഇങ്ങനെ മാറ്റവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് കണ്ടോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഒരു ആനിമേഷൻ പോലെ കണ്ടാൽ നമുക്ക് കാണുന്നത് അതാണ് ഇതിൽ മെയിനായിട്ട്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം അത് 1 ഇരുന്നോട്ടെ. ഓക്കെ, 1 ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് അനിമേഷൻ ചെയ്യാം. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് എഡിറ്റ് മോഡിൽ പോകാം. ഇനി എഡിറ്റ് മോഡ് ടാബ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് മോഡിൽ പോയിട്ട് അതിൽ മെഷ് അമർത്തിയിട്ട് മെഷിൽ ട്രാൻസ്ഫോം എന്നുള്ളതിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് റാൻഡമൈസ് എന്ന് കൊടുക്കാം. അത് പറഞ്ഞാൽ നേരത്തെ കാണിച്ചത് ഏകദേശം കുറേ ഒരേപോലെ ലെങ്ത് ആയിരിക്കും. ഇനി അത് കാണുമ്പോൾ നോക്കിയോ, റാൻഡമൈസ് കൊടുത്തതിന് ശേഷം നേരെ ടാബ് എടുത്തിട്ട് ഒബ്ജക്റ്റ് മോഡിൽ പോകും. ഇനി പല രീതിയിലും പല രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മെറ്റാബോൾ സെലക്ട് ചെയ്യാം. ഓക്കെ, മെറ്റാബോൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ കളറിൽ ന്യൂ കളർ എടുത്തിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ റഫ്നെസ് ഒന്ന് ഇത് കുറച്ച് കൊടുക്കും. ഓക്കെ, കണ്ടോ, റഫ്നെസ് മാറി. സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നമ്മൾ സൂം സ്കെയിൽ ചെയ്യുമ്പോഴും കുറയ്ക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമുക്ക് തൽക്കാലം ഇപ്പം ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി സെലക്ട് ഐസോസ്ഫിയർ. ഈ ടോപ്പിലുള്ള കളക്ഷൻ പാനലിൽ അതിൽ ഐസോസ്ഫിയർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ ഇതായിരിക്കും സെലക്ട് ആയിട്ടുണ്ടാകുക. അതിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പാനലിൽ
ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പാനൽ യെല്ലോ കളറിൽ ബോക്സ് ടൈപ്പ് ഉള്ളതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻഡൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇൻഡൻസിങ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നണ്ണാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫേസ് ഉണ്ട്. ഫേസ് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ട്യൂബൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഫേസ് ആണല്ലോ. അപ്പോൾ ഇത് അപ്പോൾ അതാണ് ടച്ച് ആകുക. അപ്പോൾ ഇൻഡൻസിങ്. ഇപ്പോൾ നമുക്ക് വെർട്ടസീസ് കൊടുക്കണ്ട. വെർട്ടസീസ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് പോയിന്റുകളൊക്കെ വന്നിട്ട് കുത്തും. അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ മതി. ഇപ്പോൾ ഫേസ് ആണ് പറഞ്ഞാൽ ഫേസ് പോയി ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ ഇൻഡൻസിങ്. വെർട്ടസീസ് പറഞ്ഞാൽ അതിൻ്റെ കോർണർ പോയിന്റുകളൊക്കെ ടച്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെതാണ് കാണുന്നത്. ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്ഫിയർ ആണ്. ഇനി മെറ്റാബോൾ സ്കെയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ എന്താണ് ആ വെർട്ടിസീസ് ഒക്കെ ടച്ച് ആയിട്ട് ബാക്കി ഈ ഇല്ലാത്തവിടേക്ക് ഒരു റബ്ബർ പോലെ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, സെലക്ട് ഐസോസ്ഫിയർ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ടെക്സ്ചർ പോയിന്റിൽ പോവാം. അതിൽ നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ. ഇനി ഇവിടെയാണല്ലോ ഇനി നമുക്ക് നമ്മുടെ ടൈം ലൈൻ ഒന്നും ആവശ്യമുണ്ടാവും. ടൈം ലൈൻ എടുത്തിട്ട് ആ നോയ്സിൽ എമൗണ്ടിൽ ആദ്യം 1 നമ്മൾ ഇൻസേർട്ട് കീ ഫ്രെയിം. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റിൽ തന്നെ ഫസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 100 വെച്ചിട്ട് അല്ലെങ്കിൽ 140 അത്രയും പെയ്യുന്നോട്ടെ. 140 നമുക്ക് ഒരു 10 കൊടുക്കാം. 10 തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് എൻഡ് നമുക്ക് ഒരു 142 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസലാക്കാം, ഇത് ചുരുക്കാം. എന്നിട്ട് നമുക്ക് ടാബ് അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നോക്കാം, കണ്ടോ നമ്മുടെ അനിമേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാർ പോലെയുള്ളതൊന്ന് കളയാൻ ഐസോസ്ഫിയർ ഒന്ന് ഓഫാക്കിയാൽ മതി. ഇനി അതിൻ്റെ ആ കൊമ്പുകളൊക്കെ വലുതാകുന്നതാണ് നമ്മൾ ടെക്സ്ചർ പോയിന്റിൽ വെച്ചിട്ട് മാറ്റി കൊടുത്തത്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ടൈം ലൈന് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബ്ലെൻഡർ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.